മനുഷ്യൻ ഇന്ന് ടെൻഷൻ അടിച്ച് ചാകും. ഇപ്പൊ ഷോ കഴിഞ്ഞിണ്ടാവില്ലേ? പിന്നെ എന്താന്ന് അറിയണമെങ്കിൽ അയാളൊന്ന് താഴോട്ടിറങ്ങി വരണ്ടേ? The greatest of all time, God. ഒരു കാടളകി വരുന്നുണ്ടല്ലോ. ആദ്യമായിട്ട് പ്രേക്ഷകന്റെ മൂത്രം പോയ സിനിമയാണ്. പണ്ട് കാലത്ത് സ്വാഗിനെ കണ്ട ഇവന്മാരൊക്കെ പെടുക്കുമായിരുന്നു. ഇപ്പോഴും ഏത് കൊല കമ്പനിയും പെടുക്കും. ഫ്രാങ്കിനെ കണ്ട് പേടിച്ചിട്ടാ അവന്മാർക്ക് പെടുക്കാൻ മുട്ടുമ്പോ പൊന്നുമോനെ പൂരപദം അലമ്പ് പദം അവന് പ്രാന്താണ്ടായാലും ആരുദ്ദേശിച്ച അയാൾ അങ്ങനെ പറഞ്ഞേ? എന്തായാലും ഞങ്ങളെ രണ്ടുപേരും ഉദ്ദേശിച്ചല്ല. സത്യമായിട്ട് കൊള്ളത്തില്ല. ഞങ്ങളുടെ കൂടെ തിയേറ്ററിലിരുന്ന എല്ലാവരും സ്വന്തമായിട്ട് ഫോണിൽ വേറെ സിനിമയൊക്കെ കണ്ടോണ്ടിരിക്കുവായിരുന്നു. അവർക്ക് തന്നെ അറിയില്ല അവരെന്താണ് ചെയ്യുന്നത്, ഏതാണ് ചെയ്യുന്നത്. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. സൂപ്പർ സാർ, സൂപ്പർ സാർ. സാറിന് നാഷണൽ അവാർഡ് ഉറപ്പാ. പക്ഷെ പടം പൊട്ടും. നാട് മുഴുവൻ ഇറങ്ങി മനുഷ്യനെ പറ്റി ജീവിക്കാതെ ഇറങ്ങി പോടാ തെണ്ടി. പറ്റിയാണോ? സത്യം പറഞ്ഞ ദൈവമേ. വിജയ് തൂക്കി ഈ പടം ഇറങ്ങിയ പുള്ളിയുടെ കുറെ ഡേറ്റ് ഫ്രീ ആയിട്ടുണ്ട്. ഓക്കെ പറഞ്ഞിരുന്ന പല നിർമ്മാതാക്കളും പിന്മാറിയിട്ടുണ്ട്. സാറിന് വേണമെങ്കിൽ ഒരു പടം കൂടെ ചെയ്യാൻ പുള്ളി. അണ്ണന്റെ ആരാധനായി പോയി. പോയി കണ്ടു ഇഷ്ടമാണ്. എന്തുകൊണ്ടാക്കി വെച്ചിരിക്കുന്നു ആ മാനം ഉണ്ടാക്കി. വീഴാൻ ഇനി സമയമുണ്ടെന്നായിരുന്നു. ഇതേപോലെ താമസിക്കണ ഇനി ടീച്ചറെ കരയിലില്ല, അത്രയ്ക്ക് മാത്രം മോശം. ബ്രോ മുഖം കണ്ടാണോ? നല്ല ക്ഷീണമുണ്ട്. പോയി ഉറങ്ങണം. വേറെ ഒന്നും പറയരുത്. വിജയ് പടം ചെയ്യല്ലേ? ഉറക്കം വേസ്റ്റ്, പണം വേസ്റ്റ്. അണ്ണാ 300 രൂപ നഷ്ടം. വെറും വേസ്റ്റ് പടം ബ്രോ. മണ്ണപ്പടായിപ്പോയി. കാരണം ഇതൊരു പടം എന്ന് പറഞ്ഞ് ഇതിന്റെ റിവ്യൂ ചോദിക്കരുത്. മനുഷ്യന്മാര് ടിക്കറ്റ് എടുക്കൂല. 100 രൂപയ്ക്ക് ഇല്ല. തളപതി ഇല്ലാതായി കളഞ്ഞു. വെങ്കട് പ്രഭു നീ കെട്ടിക്കോ. ഇതെന്തിനാ? ഇങ്ങനെ ഒരു പണിക്ക് പോകുമ്പോ ആർക്കും മുഖം കൊടുക്കരുത്. ഒരു വായിക്കും കൊള്ളൊരു എൻഡോമോ ഇത്രയും വെറുപ്പീരുമോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. വെറും കൂറപ്പടം വെച്ചാൽ വെറും കൂറപ്പടം. അയ്യോ ഒന്ന് പറയില്ല. അല്ലല്ല, ഒരു ഡസൻ വിജയം ഉണ്ട് അതിനകത്ത്. അത് തന്നെയാണ് പറയാനുള്ളത്. മികച്ച അപരാധം. ജാതി ദുരന്തം വെച്ചാൽ 3 മണിക്കൂറൊക്കെ അവിടെ ചിരിച്ചു ചിരിച്ചാ നമ്മൾ ഇരുന്നത്. ഒന്നുമില്ല, വെറും പട്ടിപ്പടം. അത്ര ഇതുപോലൊരു വാറപ്പടമില്ല വിജയന്റെ. അറിയില്ല, പെട്ടെന്ന് ബോധം കിട്ടും. ഞാൻ ഐസിയുവിൽ ബെഡ് ഉണ്ടോ നോക്കട്ടെ. ഒരിടത്തൊരാള് ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കി. എന്നിട്ട് അത് അയാളുടെ കയ്യിൽ നിന്ന് അറിയാതെ വീണ് പൊട്ടി. എന്നിട്ട് അയാൾ ചത്തു. അങ്ങോട്ട് ചാവട്ടെ അങ്ങോട്ട്. എന്നാലേ ഇതൊക്കെ അവസാനിച്ചു കിട്ടുള്ളൂ.